ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഇസം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ കാളികൂളിസമായി പോകും ജീവിതം. ഒരിസവും ഒരു പ്രത്യയശാസ്ത്രവും ഇല്ലാത്തവർ ആത്മാഭിമാനമെല്ലാം നഷ്ടപ്പെട്ട് പേരില്ലാത്ത ഒരു പ്രത്യേകതരം ഇസത്തിൻ്റെ കരച്ചിലായി പോകും, സങ്കടക്കടലിലായി പോകും. അത് പറയാൻ കാര്യമുണ്ട്. നമ്മൾ ആരെയും വ്യക്തിഹത്യ ചെയ്യുകയല്ല. സ്വാതന്ത്ര്യത്തിൻ്റെ 76-ാം വർഷത്തിൽ, കേരളപ്പിറവിയുടെ 69-ാം വർഷത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ദയനീയമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ് PV അൻവർ എന്ന മുൻ MLA. 2 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് നിലമ്പൂരിലും ജയിപ്പിച്ച PV അൻവറിനെ കുറിച്ചാണ് പറയുന്നത്. അൻവറിൻ്റെ ദയനീയാവസ്ഥയുടെ അടിസ്ഥാന കാരണത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇസം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇസങ്ങൾ പറയുകയും പറയാതിരിക്കുകയും ചെയ്ത് ഒരു ഇസവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്നുപെടും. ആ അവസ്ഥ ഒരു ദുരവസ്ഥയാണ്. ആ ദുരവസ്ഥ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏറ്റവും മാരകമായ, ഏറ്റവും പ്രഹരശേഷി സ്വന്തം ജീവിതത്തിൽ തന്നെയുള്ള ഒരു മോശപ്പെട്ട അവസ്ഥ, ദുരവസ്ഥയായി മാറുകയും ചെയ്യും. ആ അവസ്ഥയിലാണ് അൻവർ സ്ഥിരമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പറയുന്നത് പിണറായിയെക്കുറിച്ചാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളം കാണുന്ന വികസനത്തിൻ്റെയും ജനകീയ മുന്നേറ്റത്തിൻ്റെയും ഇസമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇസത്തിനൊപ്പമാണ് ഞങ്ങൾ എന്ന് ഷുക്കൂർ വക്കീൽ പറഞ്ഞതാണ് നമ്മൾക്ക് കോട്ട് ചെയ്യാനുള്ളത്. വേറൊന്നും പറയേണ്ടതില്ല. കഴിഞ്ഞ 9 വർഷം കേരളം കണ്ട ഇസമാണ് പിണറായി ഇസമെങ്കിൽ ആ ഇസത്തിനൊപ്പം നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പിണറായി പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാർക്സിസം ലെനിനിസമാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പിണറായിസം എന്നൊരു ഇസമില്ല. പക്ഷേ പിണറായിയോടുള്ള രാഷ്ട്രീയമായ വിരോധത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അൻവറിനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് പിണറായിസം. ആ പിണറായിസം ജനകീയ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇസമായി ആളുകൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് പറയുന്നവർ പരിഹാസ്യരാവുകയും ആരെയാണോ ഉന്നം വയ്ക്കുന്നത്, ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ആ പിണറായി കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നു. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അൻവർ തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ കോഴിക്കോട് ഫറോക്കിലെ പഴയ പാലത്തിൻ്റെ ചുവട്ടിൽ PV അൻവർ തെക്ക് വടക്ക് നടക്കുന്നതിൻ്റെ ഒരു വിഷ്വൽ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ, പിന്നീട് വിഷ്വൽ മീഡിയയിലും സജീവമാണ്, വൈറലാണ്. എന്താണത്? അദ്ദേഹം ഒരു വാഹനം കാത്തു നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ക്യാപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ, ഫറോക്ക് പഴയ പാലത്തിൻ്റെ താഴെ വന്നാൽ UDF എടുക്കാം എന്ന് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു, അതനുസരിച്ച് വന്നതാണ് എന്നാണ്. പക്ഷേ KC വേണുഗോപാൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി നേരെ ഡൽഹിക്ക് പോയി. അൻവർ വണ്ടിയിൽ കയറി നിലമ്പൂർക്കും പോയി. അൻവർ ഹതാശനായി, നിരാശനായി മടങ്ങുന്നത് വഴിയാധാരമായി പോയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ പറയുമ്പോഴുള്ള രാഷ്ട്രീയ അവസ്ഥ. അൻവറിനെ കുറിച്ച് തന്നെ നിലമ്പൂർ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പറയേണ്ടി വരുന്നത്, അൻവർ എവിടെ എത്തി എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ, കേരളത്തിന് മുന്നിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇലക്ഷൻ ഫലം വരുമ്പോഴായിരിക്കാം, നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ ഫലം വരുമ്പോഴായിരിക്കാം PV അൻവർ രാഷ്ട്രീയമായി ഇല്ലാതാവുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. അൻവർ പറഞ്ഞ ആളല്ല UDFൻ്റെ സ്ഥാനാർത്ഥിയാവുന്നത്. അവർ കൃത്യമായും പറഞ്ഞു, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, താങ്കളല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് പറഞ്ഞു. അൻവറിന് അവിടെ കാര്യമായ ഒരു സേ ഇല്ലാതായി. അൻവർ പറയുന്ന ആളല്ലാതായിരിക്കുകയും അൻവർ നിലമ്പൂർ രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തി അല്ലാതായി മാറുകയും ചെയ്യുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അൻവർ 0 ആകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ ഇലക്ഷൻ ജൂൺ 19-നാണ്. മെയ് ഈ അവസാനത്തെ ആഴ്ചകളിൽ തന്നെ PV അൻവർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. ജീവനോടെ തന്നെ അൻവർ മണ്ണോട് ചേർന്നിരിക്കുന്നു. അതിനർത്ഥം അൻവർ ജീവനില്ലാത്ത ആളായ മണ്ണോട് ചേർന്നൊന്നുമല്ല. അൻവറിൻ്റെ രാഷ്ട്രീയമായ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രത്യാശകളും സ്ട്രാറ്റജികളും പൊളിഞ്ഞ് പാളീസായി മണ്ണോട് ചേർന്നിരിക്കുന്നു.
ഇനി എന്താണ് എന്ന്, ഞാൻ എന്ത് ചെയ്യണം എന്ന് അൻവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ അൻവറിനോട് കേരളത്തിൽ തിരിച്ചു പറയാനുള്ളത്, താങ്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അത് കേരള രാഷ്ട്രീയത്തിന് ഒരു പ്രസക്തിയുമുള്ള കാര്യമല്ല എന്നാണ്. സ്വയം കൃതാനർത്ഥം അഥവാ കയ്യിലിരിപ്പിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവും ഉദാഹരണവും മാറുകയാണ് അൻവർ. അൻവറിന് വേണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കാമായിരുന്നു. ഇടതുപക്ഷത്തിനകത്തോ CPM-നകത്തോ PV അൻവറിനെ പോലുള്ള ഒരു തിരുത്തൽ ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. അവർ കൃത്യമായി സ്വയം തിരുത്താനും സ്വയം വിമർശിക്കാനും തിരുത്താനും ശേഷിയുള്ള മുന്നണിയും പാർട്ടിയുമാണ് എന്ന് കേരളത്തിനറിയാം. പക്ഷേ അൻവറിൻ്റെ നിലനിൽപ്പിന് അൻവറിന് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും അതിനകത്ത് തന്നെ നിൽക്കാമായിരുന്നു. കുറഞ്ഞ പക്ഷം എന്നെ ഞാനാക്കിയത്, 2 തവണ MLA ആക്കിയത്, നിയമസഭയ്ക്കകം കാണിച്ചത് ഇടതുപക്ഷമാണ്, CPM ആണ് എന്നുള്ളൊരു ബോധ്യമെങ്കിലും രാഷ്ട്രീയ അന്തസ്സെങ്കിലും അൻവറിന് പുലർത്താമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതെല്ലാം പറഞ്ഞ് നമ്മൾ പഴകിപ്പോയിരിക്കുന്നു. അൻവർ ഓരോ ദിവസവും പയറ്റിയ രാഷ്ട്രീയ തന്ത്രങ്ങളും സ്ട്രാറ്റജികളും എല്ലാം തെറ്റായിരുന്നുവെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അൻവർ 0 ആയിരിക്കുന്നു. ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്തിനാണ് PV അൻവർ ഇങ്ങനെ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുന്നത്? വലിയ വർത്തമാനങ്ങൾ ഒരുപാട് പറഞ്ഞ് ഞാൻ സ്വയം നിന്ന് കത്തും എന്നടക്കം പറഞ്ഞതിനൊടുവിൽ അൻവർ പറഞ്ഞു വച്ചിരിക്കുന്നത് കാലിൽ പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു എന്നാണ്. ഒരാളുടെ രാഷ്ട്രീയ പ്രവർത്തകനാവട്ടെ, മാധ്യമപ്രവർത്തകനാവട്ടെ, ഇതൊന്നുമല്ലാത്ത ഒരു സാധാരണ ഒരു വ്യക്തിയാവട്ടെ, ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനമാണ് അയാൾക്ക് ഏറ്റവും വലുത്. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പറയാൻ കൊള്ളുന്ന കാര്യമല്ല കാലിൽ പിടിക്കാൻ ചെല്ലുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു എന്നത്. അങ്ങനെ സ്വയം തുറന്നൊരാൾ പറയുന്നത് അയാൾ ഏറ്റവും അപമാനിതനായതിൻ്റെ ഒരു പീക്കിലായിരിക്കും. ഏറ്റവും അപമാനിതനായി, നേരത്തെ പറഞ്ഞതുപോലെ മണ്ണോട് ചേർന്ന് നിലത്ത് വീണ അവസ്ഥയിലായിരിക്കും അങ്ങനെ പറയേണ്ടി വരുന്നത്. അങ്ങനെ പറഞ്ഞ അൻവറിന് ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒരു വർത്തമാനവും പറയാൻ അർഹതയില്ല എന്നുള്ളതാണ് സത്യം. KC വേണുഗോപാലുമായുള്ള ചർച്ചയായിരുന്നു അൻവർ അവസാനം പറഞ്ഞിരുന്നൊരു പ്രതീക്ഷ. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി അൻവറിനെ തള്ളി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നിലപാടെടുത്തു. അൻവറിനെ ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നും അൻവർ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കേണ്ട കാര്യം UDF-നില്ല എന്നും അൻവറിൻ്റെ കാര്യം തീരുമാനിക്കാം എന്നുമാണ് പറഞ്ഞത്. UDF-നെ പിന്തുണയ്ക്കാതിരിക്കാം എന്ന അത് കൃത്യമായിരുന്നു സതീശൻ്റെ വർത്തമാനത്തിൽ. K. സുധാകരൻ സതീശനോട് പരസ്യമായി ഏറ്റുമുട്ടാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാത്ത ആളായതുകൊണ്ട് K. സുധാകരൻ പറഞ്ഞു ഒരാൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു. അൻവർ ഒരു അസറ്റാണ് എന്നും പറഞ്ഞു. ഏത് തരത്തിലാണ് അൻവർ കോൺഗ്രസിനും UDF-നും അസറ്റാകുന്നത് എന്ന് സുധാകരൻ തന്നെ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ പിന്നെ ഉണ്ടായിരുന്ന പ്രതീക്ഷ മിനിഞ്ഞാന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയും എന്നാണ് പറഞ്ഞത്. ഈ KC വേണുഗോപാലിനെ കുറിച്ച് അൻവർ പറയാത്ത മോശം വർത്തമാനങ്ങളൊന്നുമില്ല. 4 ഹിന്ദി വാക്ക് പറയാൻ അറിയാത്തയാൾ, BJPയുടെ ഏജൻറ്റ്, കോൺഗ്രസ് നശിപ്പിച്ചയാൾ, അങ്ങനെ നമുക്ക് യോജിക്കാതിരിക്കാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ, യോജിക്കാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അൻവർ പരസ്യമായി KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞ ആളാണ്. അതേ അൻവർ KC വേണുഗോപാൽ വിശ്വാസമർപ്പിച്ചു. KC വേണുഗോപാലിനെ കാണാൻ കോഴിക്കോട് പോയി. അതിൻ്റെ കഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അൻവർ പാലത്തിങ്കൽ അൻവറിനെ പോലെ പാലത്തിലേക്ക് അടിയിൽ തെക്കുവടക്ക് നടന്നു, നിരാശനായി നടന്നു. KC വേണുഗോപാൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ചെന്ന് ഡൽഹിക്ക് പോവുകയും ചെയ്തു. ഇനി എന്ത് ഞാൻ ചെയ്യണം എന്നത് ഒരു ചോദ്യത്തിനപ്പുറം, സ്വയം പരസ്യമായ പുറത്തേക്കുള്ള ചോദ്യത്തിനപ്പുറം സ്വയം ചോദിച്ച് സ്വയം ഉത്തരം കണ്ടെത്തി മിണ്ടാതിരിക്കലാണ് PV അൻവറിന് അഭികാമ്യമാവുന്നത്. ഇലക്ഷൻ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള കൃത്യമായ രാഷ്ട്രീയ മത്സരം നിലമ്പൂരിൽ നടക്കാൻ പോവുകയാണ്. ഒരു മുന്നണി തോൽക്കും, ഒരു മുന്നണി ജയിക്കും. അതിനിടയിൽ PV അൻവർ എന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹിക്ക് ഒരിടവുമില്ല, ഒരു സ്പേസുമില്ല, ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്പേസുമില്ലാത്ത ഒരു രാഷ്ട്രീയ മൃതദേഹമായി PV അൻവർ മാറിയിരിക്കുന്നു. ആ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം.